വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ അർച്ചന പ്രതീഷ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത പ്രണാമം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷം. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വായനയുടെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീ നാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ 2025 സെപ്റ്റംബർ ലക്കം സച്ചിന്തയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. വ്രതം നോൽക്കുന്നത് പഠനത്തെ സഹായിക്കുമോ? ചോദ്യം. മൂത്ത കുട്ടി 10ാം ക്ലാസ്സിലും ഇളയത് 8ലും പഠിക്കുന്നതായുള്ള ഒരു വീട്ടമ്മയാണ് ഞാൻ. മാസത്തിൽ ചതയവ്രതവും തീർത്ഥാടനത്തിന് 10 ദിവസത്തെ വ്രതവും വർഷങ്ങളായി പാലിക്കുകയും 2 മാസം കൂടുമ്പോഴെങ്കിലും ശിവഗിരിയിൽ ദർശനം നടത്താൻ പോകുകയും ചെയ്യാറുണ്ട്. ഈ വ്രതങ്ങൾ എൻ്റെ മക്കളെ കൂടി ശീലിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കുട്ടികൾ വ്രതമെടുക്കേണ്ട ആവശ്യമില്ലെന്നും അത് അവരുടെ ആരോഗ്യത്തെയും പഠനത്തെയും ബാധിക്കുമെന്നാണ് കുട്ടികളുടെ അച്ഛൻ്റെ വാദം. എനിക്ക് അതിനെക്കുറിച്ചറിയില്ല. എങ്കിലും വ്രതം നോറ്റതുകൊണ്ട് എൻ്റെ ആരോഗ്യമൊന്നും നശിച്ചിട്ടില്ല ഇതുവരെ. കുട്ടികളുടെ അച്ഛൻ പറയുന്നത് പോലെ വ്രതം അവരുടെ പഠനത്തെ ബാധിക്കുമോ? ഒരു ശരിയായ വിശകലനം കിട്ടിയാൽ നന്നായിരുന്നു. ഉത്തരം. 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ 5000 കിലോമീറ്റർ കഴിയുമ്പോൾ വാഹനം സർവീസിന് കൊടുക്കാറുണ്ടോ ഉടമകൾ? സർവീസിന് കൊടുക്കുന്ന ദിവസം വാഹനത്തിന് ഓട്ടമില്ല. അഴിച്ചുപണിത് മാറ്റേണ്ടതൊക്കെ മാറ്റി ഓയിൽ മാറ്റി വൃത്തിയാക്കി കൂടുതൽ ക്ഷമതയോടെ വാഹനം പിറ്റേന്ന് പുറത്തിറക്കാം. അങ്ങനെ നിരന്തരം മുടങ്ങാതെ ചെയ്താൽ വാഹനം കൂടുതൽ കാലം നന്നായി ഓടും. വാങ്ങിയിട്ട് ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ ഓടിയാൽ ഏത് കമ്പനി വാഹനവും നശിക്കും. മനുഷ്യ ശരീരം വളരെ സങ്കീർണമായി പ്രവർത്തിക്കുന്ന മനസ്സും ശരീരവുമുള്ള യന്ത്രമാണ്. അതിന് ഇടയ്ക്കൊരു സർവീസും വിശ്രമവും വേണം. ഉപവാസം, വ്രതങ്ങൾ എന്നിവ ശരീരത്തെയും മനസ്സിനെയും കരുത്തുറ്റതാക്കുന്ന ശാസ്ത്രീയമായ സർവീസിംഗ് ആണ്. വെറുതെ വിശ്രമിച്ചും വിനോദിച്ചുമൊക്കെ ചിലർ ആയാസം കണ്ടെത്താറുണ്ട്. അതിനേക്കാളൊക്കെ കാര്യക്ഷമതയാണ് ഭക്തിയോടെ ഒരു ദിവസവും വ്രതവും ഉപവാസവും എടുക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത്. അത് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ശീലിച്ചാൽ അത്രയും കാര്യക്ഷമത വർദ്ധിക്കും. എല്ലാവരും വിശ്രമം ആഗ്രഹിക്കുന്നുണ്ട്. തലച്ചോറും ദഹന വ്യവസ്ഥയും മനസ്സും ഇന്ദ്രിയങ്ങളുമെല്ലാം. ഉറക്കം അതിനുള്ള ശാരീരിക ഉപാധിയാണ്. എന്നാൽ ഉറക്കം നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരേയൊരു ജീവിയാണ് മനുഷ്യൻ. അവൻ ഉറങ്ങിയാലും ദഹനേന്ദ്രിയം വിശ്രമിക്കാൻ അനുവദിക്കില്ല. അത് മറവി, ബുദ്ധികൂർമ്മതയില്ലായ്മ എന്നിവയും ശാരീരിക രോഗങ്ങൾക്കും കാരണമാകും. ജീവിതം നിയമബന്ധിതമായി വിനിയോഗിക്കേണ്ട ഒന്നാണ്. ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്നതിനെയല്ല ജീവിതം എന്ന് പറയുന്നത്. അതോർത്താൽ ഇതൊക്കെ മനസ്സിലാക്കാം. ഇതോടെ സച്ചിന്ത പൂർണ്ണമാകുന്നു. ഗുരുസാഗരം മാസിക വായിക്കാം, വരിക്കാരാകാം. 600 രൂപ അടച്ചാൽ 1 വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും. പണം അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 80 78 18 88 58. ശേഷം അഡ്രസ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 62 82 31 92 94. ഇപ്പോൾ മാസിക ഡിജിറ്റൽ ആയിട്ടുണ്ട്. ലോകത്തെവിടെയിരുന്നും മാസിക വായിക്കാം. www.guruSagaram.com എന്ന വെബ്സൈറ്റിൽ ഡിജിറ്റൽ വായന ആസ്വദിക്കാം. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. പുതിയ വിഷയങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്തേ.